Hi, welcome to Analysis by NRD. Today we will discuss about the topic IGNOU, BAPCH, BPCC 104, Statistical Methods, chi-square ആണ്. സോ chi-square എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ട് chi-square ഫോർ ദ ഫോളോയിങ് ഡാറ്റ. സോ നമുക്ക് chi-square എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ഏകദേശം ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ 2 വേരിയബിളോ അല്ലെങ്കിൽ 3 വേരിയബിളൊക്കെ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്കിതൊന്ന് ടാബ്ലേറ്റ് ചെയ്യാം. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞതിൻ്റെ നേരെ മെയിൽ ഫീമെയിൽ എന്ന് അതിൻ്റെ മേലെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡാറ്റ വന്നിട്ടുള്ളത് 12 and 16 ആണ്. ഇനി അടുത്തത് ഹൈ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. അതിൽ വന്നിട്ടുള്ളത് 13ഉം 14ഉം ആണ്, മെയിലും ഫീമെയിലും. ഇനി നമുക്ക് ഇതിന് 2 ടേബിൾസ് സെറ്റ് ചെയ്യണം. ആദ്യത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ വാല്യൂ ടേബിൾ. അതായത് ഇതിപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ കാണുന്ന ഒരു വാല്യൂ ആണ് 12, 13, 16, 14. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ, അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒബ്സർവബിൾ വാല്യൂ ആണ് ഒബ്സർവേഷൻ, അതായത് ഒബ്സർവബിൾ വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാബ്ലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ടേബിളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു വാല്യൂ ആണ്. നമുക്ക് എക്സാമിനേഷനിൽ നമുക്ക് തരുന്ന ഈ ഒരു ടേബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഒബ്സർവബിൾ വാല്യൂ ടേബിളിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മെയിലിന് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളത് 12ഉം ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള മെയിലിൻ്റെ 13 നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ഫീമെയിലിൻ്റെത് 16ഉം ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ഫീമെയിലിൻ്റെത് 14ഉം ആയിട്ട് നമ്മൾ ഒബ്സർവബിൾ വാല്യൂ ടേബിളിനകത്ത് നമ്മൾ കൊടുക്കും. അതിൻ്റെ ശേഷം നമുക്ക് റോ ടോട്ടലും കാണണം, കോളം ടോട്ടലും കാണണം. റോ ടോട്ടൽ എന്ത് വരും? റോയിലുള്ളത് മൊത്തം ആഡ് ചെയ്തിട്ട് 28 ടോട്ടൽ എഴുതണം. അതുപോലെ കോളം ടോട്ടൽ എത്ര വരും? 25ഉം 30ഉം വരും. അതുപോലെ റോ ടോട്ടൽ 28ഉം 27 വരും. അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലായിട്ട് 55ഉം നമ്മൾ അതിനകത്ത് എഴുതണം. ഓക്കെ, 55 ആണ് ഗ്രാൻഡ് ടോട്ടലായിട്ട് വരുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റോ ടോട്ടൽ കാണണം. അതിനുശേഷം കോളം ടോട്ടലും കണ്ടിട്ടാണ് ഈ ഒരു ടോട്ടൽ വാല്യൂ നമ്മൾ അതിനകത്ത് എഴുതിയിട്ടാണ് ഒബ്സർവബിൾ വാല്യൂ ടേബിൾ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് എക്സ്പെക്റ്റഡ് വാല്യൂ ടേബിൾ നമ്മൾ എടുക്കേണ്ടത്. എക്സ്പെക്റ്റഡ് വാല്യൂ ടേബിൾ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് മെയിൽ ഫീമെയിൽ, അതേപോലെ തന്നെ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അതുപോലെ ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ആഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഇനി എഴുതുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി എക്സ്പെക്റ്റഡ് വാല്യൂസ് കാണുന്നത്. ഈ ഒരു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ മെയിലിന് കിട്ടിയത് 12 ആണ്. പക്ഷേ എക്സ്പെക്റ്റഡ് വാല്യൂ അതല്ല. അത് നമുക്ക് കറണ്ടിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂ ആണ് 12. സോ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ടോട്ടലും വെർട്ടിക്കൽ ടോട്ടലും ഇൻറ്റു ചെയ്തിട്ട് അതിനെ ഗ്രാൻഡ് ടോട്ടൽ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പെക്റ്റഡ് വാല്യൂ ടേബിളിൽ 12ൻ്റെ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് എഴുതി വെക്കേണ്ടത്. മനസ്സിലായോ? അതായത് ലോ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള മെയിലിൻ്റെ വാല്യൂ നമുക്ക് ഒബ്സർവബിൾ ടേബിളിൽ കിട്ടിയത് 12 ആണ്. സോ ആ പൊസിഷനിൽ നമുക്ക് അതെന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം. എക്സ്പെക്റ്റഡ് വാല്യൂ കാണണമെങ്കിൽ ആ 12ൻ്റെ പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് എക്സ്പെക്റ്റഡ് ടേബിളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഹൊറിസോണ്ടൽ ടോട്ടൽ, ആ 12ൻ്റെ നേരെയുള്ള ഹൊറിസോണ്ടൽ ടോട്ടൽ എത്രയാണ്? 28 ആണ്. അതിൻ്റെ വെർട്ടിക്കൽ ടോട്ടൽ എത്രയാണ്? 25 ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ, അതായത് 28 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 55 ചെയ്താലാണ് നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് 28 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 55 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് ഏകദേശം എക്സ്പെക്റ്റഡ് വാല്യൂ 12.72 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അടുത്തത് എന്താണ്? ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള ഫീമെയിലിൻ്റെ നമുക്ക് കിട്ടണം. അപ്പോൾ ഫീമെയിലിൻ്റെ നമ്മൾ എങ്ങനെ കാണും? അതിൻ്റെ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ ആയിട്ട് കിട്ടുക 15.27 ആണ്. ഓക്കെ, 15.27 ആണ് 16ൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുക. 16 എന്തായിരുന്നു? നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂ ആണ്. ഒബ്സർവ് ചെയ്ത വാല്യൂ ആണ് 16. സോ അതിൻ്റെ ഹൊറിസോണ്ടൽ ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ 28 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 55. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ എത്ര കിട്ടി? 15.27 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, അതിൻ്റെ ഹൊറിസോണ്ടൽ ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ, അതായത് 28 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 55 അടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15.27 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും വാല്യൂ കാണണം.
അതായത് 13ൻ്റെ സ്ഥാനത്തുള്ളതും 14ൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം. നമ്മൾ ഒബ്സർവബിൾ വാല്യൂ കണ്ടു, അത് നമുക്ക് ഡാറ്റയിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം. സോ 13ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം. എങ്ങനെ? 13ൻ്റെ സ്ഥാനത്ത് എന്താ വരിക? 27 × 25, അതായത് ഹൊറിസോണ്ടൽ ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ ഡിവൈഡ് ബൈ 55. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 12.27 എന്ന് കിട്ടും. അതുപോലെ തന്നെ 14ൻ്റെ സ്ഥാനത്ത് നമുക്ക് കാണണം എക്സ്പെക്റ്റഡ് വാല്യൂ. അതെങ്ങനെ കാണും? അതിൻ്റെ ഹൊറിസോണ്ടൽ ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ. അപ്പോൾ 27 × 30 ഡിവൈഡഡ് ബൈ 55. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ആൻസർ 14.72 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 12.27 എന്ന് പറഞ്ഞത് 13ൻ്റെ സ്ഥാനത്തും അതുപോലെ തന്നെ 14.72 എന്നുള്ള ആൻസർ നമുക്ക് 14ൻ്റെ സ്ഥാനത്തും നമുക്ക് കിട്ടും. സോ എക്സ്പെക്റ്റഡ് വാല്യൂ കാണുന്നത് മനസ്സിലായോ? സോ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണണം. കുറച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് നല്ല ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ടേബിൾ ഉണ്ട്. ഒന്ന് ഒബ്സർവബിൾ വാല്യൂ ടേബിളും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ടേബിളും. ഇനി നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് കൈ സ്ക്വയർ കാണണം. അപ്പോൾ കൈ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. സോ കൈ സ്ക്വയർ എന്ന് പറയുന്നത് കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ഒബ്സർവബിൾ വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് മൊത്തമായിട്ട് വരും. ഓക്കെ, സിഗ്മ എല്ലാത്തിനും ബാധകമാണ്. ഒബ്സർവബിൾ വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. സോ ഈ ഒരു ഇക്വേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. സോ നമുക്കിതിനകത്ത് നിന്ന് എന്തൊക്കെ വേണം? ഒബ്സർവബിൾ വാല്യൂ വേണം, എക്സ്പെക്റ്റഡ് വാല്യൂ വേണം, ഒബ്സർവബിൾ വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ വേണം, അതിൻ്റെ ഹോൾ സ്ക്വയർ വേണം, അതുപോലെ തന്നെ ഒബ്സർവബിൾ വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ വേണം. സോ ഇതെല്ലാം ഇക്വേഷനിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ സെറ്റ് ചെയ്യാം. സോ ഇക്വേഷനിൽ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ടേബിൾ എന്ത് ചെയ്യണം? വേണ്ടി വരും. സോ ടേബിൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടേബിൾ തയ്യാറാക്കാം. സോ ഒബ്സർവബിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ആദ്യം എന്താണ്? 12, അതുപോലെ തന്നെ 16, അതുപോലെ 13, അതുപോലെ 14. ഇത് നമുക്ക് നേരെ നമ്മൾ എഴുതുന്ന അതേപോലെ തന്നെ വേണം. ആ ഒരു 12ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏത് വാല്യൂ ആയിരിക്കും കൊടുക്കേണ്ടത്? നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂവിൽ കിട്ടിയിട്ടുള്ള 12ൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ തന്നെ അതിൻ്റെ നേരെ കൊണ്ടുപോയിട്ട് എഴുതാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മളെ വാല്യൂ തെറ്റും, നമുക്ക് ആൻസർ തെറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 12, 16, 13, 14 നേരെ നമ്മൾ ഒബ്സർവേഷൻ കൊടുത്തു. അതുപോലെ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത് നോക്കുക. 12ൻ്റെ സ്ഥാനത്ത് 12.72 കിട്ടിയിരുന്നു. 16ൻ്റെ സ്ഥാനത്ത് നമുക്ക് എത്ര കിട്ടിയിരുന്നത്? 15.27 ആയിരുന്നു. അതേപോലെ 13ൻ്റെ സ്ഥാനത്ത് 12.27 ആയിരുന്നു. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് എഴുതണം കേട്ടോ. 14ൻ്റെ സ്ഥാനത്ത് കിട്ടിയത് 14.72 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഒബ്സർവബിൾ വാല്യൂസ് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയാലും അതിൻ്റെ വാല്യൂസ് എവിടെയാണ്, ഏത് സ്ഥാനത്താണോ കൊടുത്ത് വാല്യൂ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂസിൽ ടേബിളിൽ കിട്ടിയത് ആ വാല്യൂ തന്നെ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഡാറ്റ എഴുതുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആ ഡാറ്റയുടെ വാല്യൂ തന്നെ ആയിരിക്കണം. ഒബ്സർവബിൾ വാല്യൂവിൻ്റെ തന്നെ ആയിരിക്കണം എക്സ്പെക്റ്റഡ് വാല്യൂ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒബ്സർവബിൾ വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം. ഒ മൈനസ് ഇ. ഒ മൈനസ് ഇ എന്താ വരിക? 12ൻ്റെ സ്ഥാനത്ത് -0.72 വരും. 16ൻ്റെ സ്ഥാനത്ത് 0.73 വരും. 13ൻ്റെ സ്ഥാനത്ത് 0.73 വരും. 14ൻ്റെ സ്ഥാനത്ത് -0.72 വരും. ഇനി ഇതിൻ്റെ എല്ലാം സ്ക്വയർ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 0.72നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 12.72 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ്പെക്റ്റഡ് വാല്യൂ 12.72 അല്ലേ, അപ്പോൾ അതിനോട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 0.04 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി 16ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? 0.73നെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ സ്ക്വയർ കാണണം. അതിനെ സ്ക്വയർ കണ്ടിട്ട് അതിനെ 15.27 അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.03. സോ ഒബ്സർവബിൾ വാല്യൂ ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ചെയ്യുമ്പോൾ 16ൻ്റെ സ്ഥാനത്ത് 0.03 കിട്ടും. ഇനി അടുത്തത് 13ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടണം? ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ കിട്ടണം. അതിന് നമ്മൾ 0.73നെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആയിട്ടുള്ള 12.27 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.043. 0.043. ഓക്കെ, 0.043 നമുക്ക് 13ൻ്റെ സ്ഥാനത്ത് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ ചെയ്യുമ്പോൾ കിട്ടും. ഇനി അടുത്തത് നമുക്ക് കിട്ടണം 14ൻ്റെ സ്ഥാനത്ത്. സോ 14ൻ്റെ സ്ഥാനത്ത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 0.72 the whole square by
ഇ. സോ 0.72 ദ ഹോൾ സ്ക്വയർ ബൈ ഇ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.035. നമുക്ക് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ ചെയ്യുമ്പോൾ 14ൻ്റെ കേസിൽ എന്ത് കിട്ടും 0.035. ഇനി ഇതിൻ്റെ എല്ലാം സമ്മേഷൻ എടുക്കണം. സമ്മേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ സ്ക്വയർ ആണ് കാണേണ്ടത്. കൈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ഓഫ് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ അല്ലേ? സോ നമ്മൾ എല്ലാത്തിൻ്റെയും ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ കണ്ടു. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ സമ്മേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സാമിന് നല്ല പോലെ ശ്രദ്ധിക്കുക. ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ ടാബിളിൽ കാണുന്നുണ്ട്. പിന്നെയും എന്ത് ചെയ്യരുത്? എക്സാമിന് സിഗ്മ ഓഫ് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ എന്ന് പറയുമ്പോൾ ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ പിന്നെയും എന്ത് ചെയ്ത് സമ്മേഷന് നമ്മൾ വീണ്ടും സ്ക്വയർ ചെയ്യരുത്. ഓക്കെ, വീണ്ടും അതിനെ സ്ക്വയർ ചെയ്യരുത്. നമ്മൾ ഓൾറെഡി സ്ക്വയർ ചെയ്തിട്ടാണ് അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നത്. സോ ഈ 4 വാല്യൂസും കൂടെ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും. സോ സിഗ്മ ഓഫ് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഈ 4 വാല്യൂസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ കണ്ടുപിടിച്ചിട്ടില്ലേ എല്ലാത്തിൻ്റെയും, ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ് എടുക്കുമ്പോൾ ഇതിൻ്റെ സമ്മാണ് എന്ത്? സിഗ്മ ഓഫ് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ നമ്മൾ കൈ സ്ക്വയർ ആണ് ഈ ഒരു ടേബിളിലൂടെ അവസാനത്തിൽ കണ്ടെത്തുന്നത്. സോ പിന്നെ ഇക്വേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇക്വേഷനിൽ നമ്മൾ വാല്യൂ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിനകത്ത് എഴുതി വെച്ചാൽ മതി. സോ കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ഒ മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ബൈ ഇ ഈസ് ഈക്വൽ ടു 0.148 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. സോ കൈ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ടേബിളിലൂടെ കണ്ടെത്തിയത് എത്രയാണ്? 0.148 ആണ്. സോ ഈ ഒരു ടേബിളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? സിമ്പിളായിട്ട് ഇത് കണ്ടെത്തി. ഇതിപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇടുമ്പോൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോവും. സോ നമ്മൾ ടേബിളിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക? അത് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, നമ്മൾ എങ്ങനെയാണിപ്പോൾ ഈ ഒരു കൈ സ്ക്വയർ എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു ഒബ്സർവബിൾ ടേബിൾ ഉണ്ടാക്കി. ഒബ്സർവബിൾ വാല്യൂ ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ടേബിൾ ഉണ്ടാക്കി. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ ബൈ ഗ്രാൻഡ് ടോട്ടൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ഡാറ്റയുടെയും എന്ത് കണ്ടു? എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടു അല്ലേ? നമ്മൾ 12.72, 15.27, അതുപോലെ 12.27, 14.72 ഇങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് എങ്ങനെയാണ് കണ്ടത്? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു കോളം ടോട്ടൽ ഇൻറ്റു വെർട്ടിക്കൽ ടോട്ടൽ ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കമ്പ്യൂട്ട് ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു ടേബിൾ ഉണ്ടാക്കി. നമ്മൾ കൈ സ്ക്വയറിൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാ വാല്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒബ്സർവബിൾ വാല്യൂ, എക്സ്പെക്റ്റഡ് വാല്യൂ, ഒബ്സർവബിൾ മൈനസ് എക്സ്പെക്റ്റഡ് ദ ഹോൾ സ്ക്വയർ ബൈ ഇ ഓരോ വാല്യൂസ് നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമ്മൾ കൈ സ്ക്വയർ കാണേണ്ടത്. ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. സോ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.